വീണ്ടും കിച്ചണിൽ വലിയ വലിയ വഴക്കുകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ജാസ്മിനും ജിൻഡോയും തമ്മിൽ തന്നെയാണ് വീണ്ടും വഴക്കിട്ടിരിക്കുന്നത്. ജിൻഡോയ്ക്ക് അവിടെ ടാസ്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ജിൻഡോ അവിടെ മറ്റു പണികളൊന്നും ചെയ്യുന്നില്ല, ടാസ്ക് ചെയ്ത് നടക്കുകയാണ്. ടാസ്ക് ചെയ്യുന്ന സമയത്ത് പണി എടുക്കണ്ട എന്നുള്ളത് പവർ ടീമിന്റെ തീരുമാനമായിരുന്നു. അപ്പോൾ അവിടെ കാബേജ് അരിയാനും പച്ചക്കറി അരിയാനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് ചെയ്തത് ജാസ്മിനും ഗബ്രിയും ചേർന്നാണ്. അത് കഴിഞ്ഞപ്പോൾ അവിടെ ടേബിളിലും അവിടെ താഴെയുമായിട്ട് കുറച്ച് അരിഞ്ഞതിന്റെ വേസ്റ്റ് പോയിട്ടുണ്ട്. അത് ജിൻഡോയുടെ അടുത്ത് പിറക്കാനായിട്ട് ജാസ്മിൻ പറഞ്ഞു, അവിടെ നിന്ന് ക്ലീൻ ചെയ്യണേ എന്നുള്ളത് പറഞ്ഞു. അപ്പോഴേക്കും ബിഗ് ബോസ് അവിടെ അനൗൺസ് ചെയ്തിരുന്നു, നിങ്ങൾക്ക് കൈമേൽ അതുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പണികളൊക്കെ ചെയ്യാം എന്നുള്ളത് അവിടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് കൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് അത് ചെയ്യാമെന്ന് പവർ ടീം പറയുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതേപോലെ അവിടെ ഇരുന്നുകൊണ്ട് ജാസ്മിൻ അരിഞ്ഞ സമയത്ത് വെണ്ടക്കായുടെ ഇതൊക്കെ താഴെ പോയിരുന്ന സമയത്ത് അത് ജിൻഡോ പറ്റില്ല പെറുക്കാൻ എന്നുള്ളത് അപ്പോഴേ തന്നെ പറഞ്ഞിരുന്നു. എന്നിട്ട് ജിൻഡോ അത് ക്ലീൻ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നിട്ട് അവിടെ ശ്രീരേഖ പറയുന്നുണ്ടായിരുന്നു, ഇനി ഇങ്ങനെ കളയരുത് മോളെ എന്ന് അവിടെ ജാസ്മിന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ അവിടെ ജിൻഡോ ഉന്നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. നിലത്ത് കളഞ്ഞ് ഞാൻ എടുക്കില്ല, ടേബിൾ ഞാൻ ക്ലീൻ ചെയ്യും എന്നുള്ളതാണ് ജിൻഡോ ആദ്യം പറഞ്ഞത്. പിന്നീട് എല്ലാവരും കൂടി സംസാരിച്ചു. അപ്പൊ ജിൻഡോ പറയുന്നത്, എന്റെ അടുത്ത് ഒരു പണി എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ്, എന്റെ അടുത്ത് പാത്രം കഴുകിയാൽ മതി എന്ന് പറയുമ്പോൾ ഞാൻ പാത്രം കഴുകി കൊടുക്കുന്നു, എന്നിട്ട് പിന്നെ ഞാൻ പണിയെടുക്കുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാകുന്നത് എന്നാണ് ജിൻഡോ ചോദിക്കുന്നത്. എന്തായാലും കിച്ചൺ ഡ്യൂട്ടി ജാസ്മിൻ അടങ്ങുന്ന ജിൻഡോയുടെയും ശ്രീതു, അൻസിബ എന്നിവർക്കാണുള്ളത്. അവരാണ് കിച്ചൺ ഡ്യൂട്ടി കൂടുതലും ചെയ്യുന്നത്. പക്ഷേ അവിടെ കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് അധികം ജിൻഡോ വരുന്നില്ല എന്നുള്ളതാണ് ജാസ്മിന്റെ പരാതി. ജാസ്മിനാണ് കിച്ചൺ ക്യാപ്റ്റൻ, അതുകൊണ്ടാണ് അവിടെ ക്ലീൻ ചെയ്യാൻ കൊടുത്തതും പാത്രം കഴുകാൻ കൊടുത്തതും എന്നൊക്കെയാണ് ജാസ്മിന്റെ ആരോപണം. എന്തായാലും ജിൻഡോ പറയുന്നത് അവരെന്നെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കുന്നില്ല, എന്നോട് പാത്രം കഴുകാനേ പറയുന്നുള്ളൂ, അപ്പൊ ഞാനത് കഴുകി കൊടുക്കുന്നുണ്ട്, പിന്നെ എന്താണ് പ്രശ്നം എന്നാണ് ജിൻഡോ ചോദിക്കുന്നത്. എന്തായാലും സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ഇപ്പൊ ഏകദേശം സോൾവ് ചെയ്തിട്ടുണ്ട്. ജിൻഡോ നിലത്തുള്ളത് പെറുക്കാം എന്നാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എനിക്ക് തന്ന ഡ്യൂട്ടി അല്ല, ഞാൻ ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അതിന് മുൻപ് പറയേണ്ട കാര്യങ്ങൾ പറയണം, അതാണ് ഞാൻ പറഞ്ഞത് എന്നാണ് ജിൻഡോ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ശ്രീരേഖ പറഞ്ഞതാണ് നിലത്ത് കളയാതെ പരമാവധി അരിയണമെന്ന്. പക്ഷെ അവിടെ കാബേജ് ഒക്കെ അരിയുന്ന സമയത്ത് അസ്വാഭാവികമായി കുറച്ച് പോവും, അതിനിപ്പോ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ജിൻഡോയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ ജിൻഡോ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞതിന് ശേഷമാണ് ജിൻഡോ അവിടെ ക്ലീൻ ചെയ്യാനായിട്ട് സമ്മതിച്ചത്.